ഹലോ തമ്മയോ പറയണേ. എവിടെയാണ്? ഞാനിവിടെ ഉണ്ട്. വാട്സപ്പിൽ എന്താ സ്റ്റാറ്റസ് ഇട്ടേക്കണേ? ഓ, വാട്സപ്പിൽ എന്താ സ്റ്റാറ്റസ് ഇട്ടേക്കണേന്ന്? വാട്സപ്പ് അത് ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടാണ് അച്ഛന് വേണ്ടി. അത് എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇട്ടത്? എന്താന്ന്? എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇട്ടേന്ന്? നീ എന്തൊക്കെയാണ് ഈ പറയണത്? പിന്നല്ലാണ്ട് ഞാൻ കാശിന് വേണ്ടിട്ടാണോ സ്നേഹിക്കണേ? എടി എടി അത് അച്ഛൻ പറഞ്ഞിട്ട് അച്ഛന് വേണ്ടി ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ ചോദിച്ചോണ്ടല്ലേ, ഞാൻ ഐഫോൺ മേടിച്ചോന്ന് ചോദിച്ചോണ്ടല്ലേ ഇപ്പൊ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത്. എന്റെ ദൈവമേ, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനാണിത്? എടി നിന്നെ പറഞ്ഞതല്ലത്, ഞാൻ അച്ഛൻ പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ എഴുതിയിടാൻ പറഞ്ഞിട്ട് ഇട്ടാണത്. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. എന്നെ ഇത്രയും കാലം ഇങ്ങനെയാണല്ലേ മനസ്സിലാക്കി വെച്ചത്. എന്ത് എന്നെ ഇങ്ങനെ സ്നേഹമില്ലാണ്ട്, എന്നെ ഇത്ര വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കണേ? ദൈവം, എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയ. ഞാൻ എന്തെന്നാണ് നിന്നോട് പറയേണ്ടത്? ഒന്നും പറയണ്ട, എനിക്ക് നല്ല നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദമയു, ഞാൻ പറയണമെന്ന് നീ കേൾക്ക് പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ബൈ. ദമയു, ഹലോ ഹലോ ഹലോ. ദൈവം, എന്ത് കഷ്ടമാണ്. അല്ല, CCTV ഉണ്ടല്ലോ, അതല്ലേ? അതോടാണ് ഞാൻ പറയുന്നത്. ബേബേട്ടാ, ഒരു കാര്യം ചെയ്യ്, ഞാൻ വിളിക്കാം. അല്ല ആ, പുതിയ എന്തെങ്കിലും ഒത്തിട്ടുണ്ടാ? പുതിയത് എന്തൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ CCTV അല്ലേടോ. എന്റെ ബേബേട്ട 5ന്റെ പൈസ ഇല്ല കയ്യില്, കുറിക്കാര് വിളിയോടെ വിളിയാ. ഞാൻ ഇപ്പം അട്ടിക്ക് പൈസ ചോദിച്ചിരിക്ക. ഇത് ശരിയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ ഇതിലൂടെ പോകുന്ന സമയത്ത് മറ്റേ ആ കവലൊരു കടയില്ലേ? ഏത്? മറ്റേ വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഇപ്പുറത്തുള്ള. അതെങ്ങനെ? ഒരു കംപ്ലീറ്റ് ഗൂഗിൾ പേ ഉണ്ടോ? ഒരു ഒറ്റ 5 ദിവസം ആരും പൈസന്റെ വെട്ടിയിൽ വെക്കില്ല. ഇപ്പൊ സംഗതി ഇങ്ങനെ പറഞ്ഞ നമുക്ക് പോവാണ്ട് നടക്കുവോ? ഇപ്പം പോക്കറ്റ് അടിക്കാർക്ക് തന്നെ 5 ദിവസം കിട്ടാത്ത അവസ്ഥയാ. ഫുള്ള് ഗൂഗിൾ പേ അല്ലേ. അത് പറഞ്ഞത് ഇപ്പൊ ഉമ്മക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടേ? മൂപ്പര് വെക്കാൻ പോയ മാതിരി അമ്മമാര് ഉറക്കാം. വേറെ ഈറ്റിങ്ങളാണ് സൗര്യം തരാത്ത ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈറ്റിങ്ങൾ ക്യാവ് നടക്കാണ്ട് വെറുപ്പിച്ചിക്കാണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ അമ്പലത്തിൽ പോയിട്ട് നല്ല മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വരാണ്ടിരിക്കൂല, ഇതങ്ങ് തൊട്ടോ. ഏതായാലും ഈ അമ്പലത്തിൽ പോയി വന്നല്ലേ, വിശ്വാസത്തിന്റെ പുറത്ത് ഇനിയിപ്പോ ഞാൻ അത് ഇതായില്ലാന്ന് വേണ്ട. ശരിയാണ്. അടിപൊളിയാ. ശരിയല്ലേ? അടിപൊളിയാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്റ്റാറ്റസും കിട്ടാലോ. ഒന്നിട്ടാ ഇന്നത്തെ സുപ്രഭാതം ഭഗവാന്റെ തിരുനടയിൽ. ക്യാപ്ഷൻ ട്ടോ. ഓക്കെ, കൊടുത്തൂടെ അങ്ങോട്ട്. എന്നെ കണ്ട കള്ള ലക്ഷണം തന്നെ ഉണ്ട്. എല്ലാം ആടകെ രവിയേട്ടാ, നിങ്ങൾ ഇത് കണ്ട സ്റ്റാറ്റസ്? എന്നോട് ഞാൻ സ്റ്റാറ്റസ് ഇടാനല്ലേ പറഞ്ഞത്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ സ്റ്റാറ്റസ് കണ്ട മന്മഥനും കുടുംബവും ഏടിയുള്ളത് നോക്കിയാന്. ആര് തോൽപ്പിച്ചാലും ഞങ്ങൾ മൂന്നാറിലെത്തും. അവൻ ആരെയും തോൽപ്പിച്ചോട്ടെ, ഞാൻ മൂന്നാർ പോകാൻ നിൽക്കുക. നിങ്ങൾ പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചങ്ങായി കുടുംബം മൂന്നാറിലെ ഉള്ളു. അതുകൊണ്ട് എന്തൊക്കെ അതുകൊണ്ട് നമുക്ക് ഇന്ന് മോന്തി കാണാ കാരിക്കൂടെ? നിങ്ങളെന്തുന്നോ ഇയാള് മുടുക്കനാളല്ലോ. ഞാൻ പറഞ്ഞേക്കില്ലേ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മനസ്സറിഞ്ഞാ പ്രാർത്ഥിച്ച് എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും ദൈവം കൊണ്ടെത്തിരുന്നില്ല. അവിടെയാണെങ്കിൽ CCTV ഇല്ല. ഇല്ല, പൊളിച്ചടുക്കാൻ വെക്കും. അടിപൊളി. പിന്നെ ഈ സ്റ്റാറ്റസ് ഈ കണ്ടു എന്നുള്ളതിന് ഓന് മനസ്സിലാവൂലേ? പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ഒരു പിടുത്തം അവർക്ക് പിടിച്ചൂടെ? അങ്ങനെയല്ലോ. അങ്ങനെ ഈ സ്റ്റാറ്റസ് ഇപ്പൊ ആരെല്ലാം കാണുന്നേ? അതുകൊണ്ടല്ല, സമൂഹത്തിന്റെ മുന്നിൽ എവകൊരു നിലയും വിലയുണ്ട്. നമ്മളെ അന്തസ്സിൽ നടത്തോ. ഇത് പോലീസ് പിടിച്ചാലൊക്കെ പോയി പോവും. നിങ്ങളൊരു ബന്ധു വീടില്ലേ മറ്റേ നീണ്ടകരയിൽ? എന്റെ പെങ്ങള് വീടിന്റെ. അപ്പൊ നമ്മൾ മൊബൈൽ ആടെ കൊണ്ടിട്ടാ പോരെ? ഐഡിയ മോനെ, ടവർ പിടിക്കാതില്ല, പിടുത്തം കിട്ടൂല. ഇല്ല, ഒരിക്കലും നോക്കുമ്പോ തന്നെ നമ്മള് സ്ഥലത്തില്ല. അതുണ്ടാവൂലോ, നമ്മൾ ആടെയല്ലേ ഉള്ളേ. തൊട്ട് കഴിയും മോനെ.
എന്നിട്ട് എന്തൊക്കെയാ ഇപ്പൊ അവിടുന്ന് കളവ് പോയത്? സാറെ കൊറേ പോയിട്ടുണ്ട്, പക്ഷെ എന്റെ നാഗപടത്താലി പോയി, അതാണ് എനിക്ക്. ഈ നാഗപടത്ത് മാലയൊക്കെ എന്തിനാ ആളില്ലാത്ത വീട്ടിലെ പൂട്ടിട്ട് പോയി? അത് മൂന്നാർ പോകുമ്പോ കഴുത്തിലിട്ടോണ്ട് വരുന്നില്ലേ? അല്ല സാറേ, അവിടേക്ക് കൊറേ ആൾക്കാർ വന്നേല്ലേ, ഏതെങ്കിലും കള്ളന്മാരെടുത്താലോന്നോർത്താണ് ഞാൻ ഇടാഞ്ഞത്. അപ്പൊ മൂന്നാറിലെ കള്ളന്മാര് കക്കാതിരിക്കാനാണ് നാട്ടിലെ കള്ളന്മാര് കട്ടോട്ട് വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് പോയത്. അങ്ങനല്ല സാറേ, ഇവരൊക്കെ നമ്മൾ ദിവസം കാണണല്ലേ, ഇങ്ങനെ മോഷ്ടിക്കുന്നു നമ്മൾ വിചാരിച്ച കണ്ടാ വല്ല കുറവുണ്ടോ? മാന്യന്മാരായിട്ട് നിൽക്കല്ലേ. എടോ, ഇവരെ മോഷ്ടിച്ചെന്ന് എന്തത്ര ഉറപ്പെന്ന്? സാറെ കണ്ടവരുണ്ട്. മോനാ സാർ ഇങ്ങോട്ട് വന്ന്. ഒരു ഫോട്ടോ എടുത്ത വലത്ത കൈ കൊണ്ട് പിടിക്കണം. ചായ സാർ. ഇതെന്താണ് സാറേ ഇത് പ്രതികൾക്ക് ചായ കൊടുത്ത് സൽക്കരിക്കാതെ സാറ് അവന്മാരെ ഇടിച്ച് ചോദ്യം ചെയ്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർണവും പണവും ഇതെല്ലാം മേടിച്ചാ സാറേ? എടോ, അത് അങ്ങനെയായിട്ട് നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികളെ അങ്ങനെയായിട്ട് പിടിച്ചിടിക്കാൻ പറ്റുമോ? ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്, അതിനൊക്കെ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആദ്യം ഞാനിതൊന്ന് സ്റ്റാറ്റസ് ഇട്ട് ഫോട്ടോന്റെ താഴെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ എഴുതാം: പ്രതികളും മനുഷ്യരാണ്. നിങ്ങൾ മാന്യമാരാ സാറേ, ഡ്രസ്സൊക്കെ കണ്ട. അതെ, നിങ്ങളെ കണ്ടാലേ അറിയാം ഇവര് പോയി മോഷ്ടിക്കില്ലോ അല്ലേ? ഇല്ല സാർ. ചായ ഇടുന്നെ? ചായ മേലൊക്കെ ആയ പ്രശ്നാണ്. ഇന്നലെ എന്തൊക്കെ അവിടുന്ന് മോഷ്ടിച്ച്? ഞങ്ങൾക്ക് അറിയില്ല സാറേ, ഞങ്ങളൊന്നും മോഷ്ടിച്ചില്ല. സത്യം പറയണം, എന്താ മോഷ്ടിച്ചെന്ന്? അവരൊന്നും എടുത്തിട്ടില്ല പറഞ്ഞു സാറേ. ഇവരും മോഷ്ടിച്ചിട്ട് മുഖം മൂടിയൊക്കെ ഇട്ട് മോഷ്ടിച്ചിട്ട് പോണത് കണ്ട പിള്ളേരുണ്ട്. എന്നിട്ട് അവരെവിടെ? അവര് പുറത്തുണ്ട്. അവരെ വിളിച്ച അവര് പേരെന്താ? ചക്കരയും വാവയും. കുട്ടികളോടൊന്നും ചോദിച്ചിട്ട് ചക്കര വാവ വീടിന്റെ അയലത്ത് താമസിക്കുന്ന പിള്ളേരാണ്. അവരെങ്ങാനും നിങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ എന്റെ മോനെ എന്തുവാ അതിന്റെ തല കറി യോയോ? രാത്രി എത്ര മണിക്കാടാ ഇവര് കക്കാൻ ചാടുന്നത് നീ കണ്ടത്? 12 മണി കഴിഞ്ഞായിരുന്നു സാറേ. 12 മണിക്ക് നിനക്കെന്തായിരുന്നടാ രാത്രി പണി? സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നായിരുന്നു സാറേ. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വന്നായിരുന്നു സെക്കൻഡ് ഷോ. ഒരു ഉടായിപ്പാണല്ലോടാ അവന്റെ തലയും. ഞാൻ ഇവരാണെന്ന് ഉറപ്പുണ്ടാ? ഉറപ്പാ സാറേ. അപ്പൊ ഇയാളോട് പറഞ്ഞ് മുഖം മൂടിയിട്ടിട്ടാണ് ഇവര് ചാടുന്നുണ്ടെന്ന് പറഞ്ഞു. മുഖം മൂടിയിട്ടിട്ടുണ്ടായിരുന്നു സാറേ. ഇവര് മുഖം മൂടിയിട്ടതാണെങ്കിൽ ഇവരാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായേ? പുള്ളി ഒരു താടി പുറത്തോട്ട് തള്ളി ഇപ്പൊ ഉണ്ടായിരുന്നു. ഇവരാണെന്ന് ഉറപ്പുണ്ടടാ? ഉറപ്പില്ല. എടാ, അങ്ങനെ സംശയം തോന്നിയിട്ട് നീ പറഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ച് അവര് നിരപരാധിയാണെങ്കിലോ? ഇവിടെ കണ്ടെന്നല്ലടാ പറഞ്ഞത്. വാവ ഒന്ന് കൃത്യമായിട്ട് പറവാവേ. ഇരുട്ടായിരുന്നോണ്ട് ഇവരെ പോലെ എന്താണ് ഞങ്ങളോട് പറഞ്ഞത്? നീ പറഞ്ഞല്ലേ? അതെ, അങ്ങനെ എങ്ങനെ പറയണേ? വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഉറപ്പില്ലല്ലോ. നിങ്ങൾ പുറത്തേക്ക് വിളിക്കാം. ആ ചെമ്പമീനോതൊക്കെ നോണ പറയാൻ സാർ. സത്യം പറയാം, ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങളവിടെ ഇല്ലായിരുന്നു സാറേ. നിങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? സാറേ മൊബൈലിൽ ടവർ പരിശോധിച്ചാ പോരെ സാറിന്? ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഇന്നലെ. സത്യം പറയട്ടെ സാറേ, ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ലേ. ഞാൻ എന്റെ പെങ്ങളെ വീട്ടിലേനി. എന്റെ പെങ്ങളെ വീട് നീണ്ടകരയാ. നീണ്ടകരയില്ല? ആ, ഇവിടുന്ന് ഒരു 10-70 കിലോമീറ്റർ പോവാണ്ട്. അതെ. സാറ് വേണമെങ്കിൽ ടവർ പരിശോധിച്ച് നോക്കി. ടവർ പരിശോധിക്കാം മൊബൈൽ. തന്നെ ഞാൻ ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടുണ്ടല്ലോ. സാറ് ഒരു 10-15 കൊല്ലം മുന്നേ സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടുന്ന്? സാറിന് മറ്റേ ഈ ഹെർണിയന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നില്ലേനോ? ആ, അന്ന് ഞാനും എന്റെ പെങ്ങളും കൂടിയാ വന്നു നിങ്ങളെ കാണാൻ. ഹോസ്പിറ്റലിലേക്കോ? ഹോസ്പിറ്റലല്ലേ, വീട്ടില്. വീട്ടിൽ വന്നു? ആ, സാറിന് അറിയും എന്റെ പെങ്ങളെ ഷെർലി പ്രീ ഡിഗ്രി പഠിച്ച, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ആ, എന്റെ പെങ്ങളാ. ഷേർലി ഡോക്ടറാണ്. അതെ. അയ്യോ, ഷേർലി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, നമ്പറൊക്കെ ഉണ്ട്, ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നലെ ഷേർലിയുടെ വീട്ടിലായിരുന്നു. നീണ്ടകര അല്ലേ? നീണ്ടകര. ടവർ പരിശോധിച്ചാൽ മതി സാർ. രണ്ടുപേരും അവിടെ ആയിരുന്നു. രണ്ടുപേരും ടവർ പരിശോധിക്കാം സാർ മൊബൈലിൽ. നീ ഇടയ്ക്കിടയ്ക്ക് ടവർ പരിശോധിക്കാൻ പറയണ്ടല്ലോ ഇവിടെ. അവിടെ ഇല്ലായിരുന്നു. സത്യം അതാണ്, ഞങ്ങൾ നല്ല നീണ്ടകരയിൽ രാത്രി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പെങ്ങളുടെ കൂടെ കൂടി രാവിലെയാണ് പോകുന്നത്. രാവിലെ കൊണ്ട് പോകുന്നത്. ഇന്നലെ രാത്രി അവിടെ നിന്നാണ് ഭക്ഷണം അവിടെ കഴിച്ചത്.
ഇന്നലെ രാത്രി അവിടെ എന്തായിരുന്നു ഭക്ഷണം? ഇന്നലെ രാത്രി ചെമ്മീൻ കറിയും ചോറും. സാറേ പരിചയമുണ്ടെന്നും പറഞ്ഞ് അവരെ വെറുതെ വിടല്ലേ സാറേ? നീ ഒന്നും ഉണ്ടായിരിക്കണോ? എനിക്ക് എൻ്റെ പെങ്ങളെ വീട്ടിൽ പോയിക്കൂടാ? അല്ല അപ്പൊ ഷേർലിയുടെ ഇന്നലത്തെ സ്റ്റാറ്റസ് ഞാനത് നോക്കട്ടെ കേട്ടാ. കുടുംബത്തോടൊപ്പം ഇന്നത്തെ അത്താഴം, ചപ്പാത്തി, ചിക്കൻ കറി. ഇത് എന്റെ പെങ്ങളല്ലേടാ? ആ ഏ? ആ അല്ലേ? ആണ്. അവിടെ എവിടെയാണ് നിങ്ങളല്ലേ വീട്ടുകാരി? അല്ലേ? ഇന്നലെ ഇവര് രണ്ടുപേരും വീട്ടിലില്ലാന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. ഇയാളെ സ്റ്റാറ്റസ് ഞാൻ കണ്ട്. ഞങ്ങൾ ഇന്ന് മൂന്നാറിൽ നിറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് കണ്ട് അപ്പോഴാ കയറിയത്. പിടിച്ചാത്ത അപ്പൊ മന്മത, നിങ്ങൾ രണ്ടുപേരും മൂന്നാറിലാണെന്ന് സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും ഇന്നലെ കക്കാൻ കയറിയത്. ഷേർലിയുടെ സ്റ്റാറ്റസ് ഞാൻ നോക്കിയത് കൊണ്ടാണ് ഇവർ ഇന്നലെ അവിടെ പോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ സ്റ്റാറ്റസ് കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഇത് കാണുന്നുണ്ടെന്നൊരു ബോധ്യം ഉണ്ടാവുക. നമുക്ക് അപകടം പറ്റുന്ന സ്റ്റാറ്റസുകൾ ഇടാതിരിക്കുക. പൊക്കോ. സാറേ അപ്പൊ ഇതൊക്കെ എപ്പോഴാണ് കിട്ടണത്? അത് അവരെ ചോദ്യം ചെയ്തിട്ട് തൊണ്ടി മുതലൊക്കെ എവിടെയാണെന്ന് അറിയണം. അയ്യോ സാറേ, എൻ്റെ നാഗപടത്തിന്റെ മാല എനിക്ക് നാളെ തന്നെ ഒന്ന് തരണം. മറ്റന്നാ എനിക്കൊരു കല്യാണം ഉള്ളതാണ്. അവിടെ പോകുമ്പോ എല്ലാരും ഫോട്ടോ എടുക്കും. സ്റ്റാറ്റസിൽ ഞാൻ എങ്ങനെയാണ് മാല ഇല്ലാതെ നിക്കണ? എടോ ഒന്ന് വിളിച്ചോണ്ട് പോടോ. മാല അതല്ല, മാലയുടെ കാര്യം പറ. എന്താണ്? ഹലോ സാർ. അല്ല സാർ, അത് അല്ല അറിയാം സാർ. സാർ എന്തുപറ്റി സാറേ? എന്തുപറ്റി? ACP വിളിച്ചേ. ആ എന്നോട് ഉടനെ അങ്ങോട്ട് ചെല്ലേ. എന്തിന്? എടോ, ഞാൻ ആ പ്രതികൾക്ക് ചായ കൊടുക്കുന്നത് ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടില്ലേ, ആ അത് ശരിയായില്ല. അങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ പാടില്ല. ഈ സ്റ്റാറ്റസ് ഉണ്ടാക്കണ ഓരോ പൊല്ലാപ്പുകളെ. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.